ബി.ജെ.പിയുടെ നുണപരസ്യം കണ്ടായിരുന്നോ? മോഡിയോടെ കേരളം എന്നാണ് പുതിയ തള്ളിന്റെ തലക്കെട്ട്. 1.5 കോടി മലയാളികൾക്ക് സൗജന്യ അരി കൊടുത്തു പോലും. നിങ്ങൾ ഇത് ആരോടാണ് പറയുന്നത്? നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം കൊണ്ട് ഈ നാട് കൊടും ദുരിതത്തിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ അരിമണിക്കും വരെ കാശ് എണ്ണി മേടിച്ചവരാണ് സൗജന്യ അരി കൊടുക്കുന്നത്. പിന്നെ സ്വന്തം ഓഞ്ഞ മോന്ത പ്രിന്റ് ചെയ്ത് ലോകത്തില്ലാത്ത വിലയുമിട്ട് ചോറിന് പോയിട്ട് പായസം വെക്കാൻ പോലും പറ്റാത്ത അരി ഇറക്കിയതാണോടെ നിങ്ങളുടെയൊക്കെ സൗജന്യം? ഒന്ന് പോയേടോ. അടുത്തത് അതിലും വലിയ നുണ. 20 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുത്തുവെന്ന്. ഉളുപ്പില്ലായ്മയ്ക്ക് കൈയും കാലും വെച്ചവരാണല്ലോ സംഘികൾ. അവരിത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇവർ ഈ പറയുന്ന പരിപാടിക്ക് വേണ്ടി വരുന്ന 75% പണവും ചെലവാക്കുന്നത് പിണറായി സർക്കാരാണ്. മാത്രവുമല്ല, മോദി പറഞ്ഞത് ഒരാൾക്ക് വെറും 55 ലിറ്റർ വെള്ളം കൊടുക്കാനാണ്. അതിന്റെ പകുതിയുടെ കാശ് അണ്ണൻ തരും. അതായത് 22.5 ലിറ്ററിന്റെ പൈസ മാത്രം. എന്നാൽ കേരളത്തിൽ വാട്ടർ അതോറിറ്റി നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം തന്നെ ഒരാൾക്ക് ഒരു ദിവസം 135 ലിറ്റർ എന്ന കണക്കിലാണ്. ഗ്രാമത്തിൽ 105 ലിറ്ററും. അപ്പോൾ 82.5 മുതൽ 127.5 ലിറ്റർ വരെയുള്ള വെള്ളം തരുന്നത് പിണറായി സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജലജീവൻ പദ്ധതി ലൈഫ് പദ്ധതി പോലെ കേരളത്തിന്റെ സ്വന്തം പരിപാടിയാണ്. 32 ലക്ഷം പേർക്ക് കിസാൻ സമ്മാൻ നിധി. ഇതാണ് അടുത്ത തള്ള്. തള്ളുകാരന് കർഷകനോടുള്ള സ്നേഹം നമ്മൾ കുറേ കണ്ടതാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കൃഷിക്കാരുടെ കണക്ക് തള്ളുമാവൻ അറിയാമോ? 1.25 ലക്ഷം കർഷകരാണ് മോദിയുടെ ഭരണത്തിൽ ആത്മഹത്യ ചെയ്തത്. ഇതിൽ തന്നെ കർഷക സ്ത്രീകളും ഭൂരഹിതരും ഒന്നും പേടില്ല കേട്ടോ. മാമൻ കാർഷിക ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ കർഷകർ സമരം ചെയ്തത് 1 വർഷമാണ്. ഇപ്പോഴും ഒരു വിഭാഗം കർഷകർ ഡൽഹിയിൽ സമരം തുടരുകയാണ്. പാവപ്പെട്ട കർഷകരെ വണ്ടി കയറ്റിക്കൊന്ന സ്വന്തം പാർട്ടിക്കാരനെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പുറത്താക്കിയായിരുന്നോ? ഒന്നും ചെയ്തില്ല. എന്നിട്ടാണ് ഈ തള്ള്. എടുത്തോണ്ട് പോടെ, അവന്റെ ഒരു സമ്മാന നിധി. അടുത്ത വെള്ളിയക്കാട്ടെ നുണയാണ് 50 ലക്ഷം പേർക്ക് മുദ്രാ ലോൺ കൊടുത്തെന്ന്. അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ ഇവന്മാർ തള്ളുന്നത് കാണാമെന്നല്ലാതെ മുദ്രാ ലോൺ എടുത്തു തുടങ്ങിയ ഏതെങ്കിലും സംരംഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബി.ജെ.പിക്കാർക്ക് കള്ളക്കടത്ത് നടത്താനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുമൊക്കെ മോദിജി ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും മലയാളികളുടെ തലയിൽ വെച്ച് കെട്ടണ്ട കേട്ടോ. പിന്നെയുള്ളത് ആയുഷ്മാൻ ഭാരത് ആണ്. പേരിങ്ങനെയാണെങ്കിലും ഈ പദ്ധതിക്ക് സംഘികൾ ആകെ തരുന്നത് വെറും 10%. സംസ്ഥാന സർക്കാരിന്റെ കാസ്പ് പദ്ധതിയാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു വർഷത്തിൽ 1500 കോടി രൂപ സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ കേന്ദ്രത്തിലെ സംഘികൾ തന്നത് 150 കോടിയുടെ ഞൊട്ടയാണ്. ഒടുവിലത്തെ തള്ളാണ് ശരിക്കും തള്ളൽ. 5 ലക്ഷം വീട്ടമ്മമാർക്ക് ഉജ്ജ്വല ഗ്യാസ് കൊടുത്തെന്ന്. ഇത് പത്രത്തിൽ കൊടുത്ത പരസ്യമായതുകൊണ്ട് പ്രശ്നമില്ല. നേരിട്ടെങ്ങാനുമാണ് പറഞ്ഞിരുന്നെങ്കിൽ അമ്മമാര് ചൂലെടുത്ത് ആട്ടിയേനെ. 2014ലെയും ഇന്നത്തെയും ഗ്യാസിന്റെ വില ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി മോദിയുടെ വീട്ടമ്മ സ്നേഹം മനസ്സിലാക്കാൻ. പോരാത്തതിന് ഗ്യാസ് സബ്സിഡിയിൽ 1 രൂപ പോലും ഇതുവരെ കൊടുക്കാത്ത ബി.ജെ.പിക്കാരാണ് ഗ്യാസ് കണക്ഷൻ കൊടുത്തെന്നും പറഞ്ഞ് തള്ളാൻ ഇറങ്ങിയിരിക്കുന്നത്. എഴിച്ചു പോടെ.